ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി നൈസ് ഡേ. വേൾഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 സബ്ജക്റ്റ് ഒരു പുതിയ സാമ്പത്തിക ആശയമാണ്. അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് 6 പ്രൊജക്റ്റുകളാണ്. ഒന്ന് ഡിജിറ്റൽ ബാങ്കിങ്, രണ്ടാമത്തേത് PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ, മൂന്നാമത്തെ പ്രൊജക്റ്റ് സോഷ്യൽ മീഡിയ, നാലാമത്തെ പ്രൊജക്റ്റ് മൊബൈൽ നെറ്റ്വർക്ക്, അഞ്ചാമത്തെ പ്രൊജക്റ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ആറാമത്തെ പ്രൊജക്റ്റ് ഇ-കൊമേഴ്സ് ബങ്കി. ഒരു വ്യക്തി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ പാർട്ട്ണർ ആയിട്ടാണ് കടന്നു വരുന്നത്. എന്താണ് ഡിജിറ്റൽ ബാങ്കിങ്? നമുക്കറിയാം, നമ്മുടെ രാജ്യം RBI ഇ-റുപ്പി എന്ന പേരിൽ ഡിജിറ്റൽ കറൻസി ഇറക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കറൻസിയുടെ അതേ മൂല്യമുള്ള ഇലക്ട്രോണിക് കറൻസിയാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. ലോകത്ത് ആദ്യമായി ഡിജിറ്റൽ കറൻസി അവതരിപ്പിച്ചത് വേൾഡ് ഇന്റർനാഷണൽ ആണ്. 2015 ഡോളറിന്റെ അതേ മൂല്യമുള്ള ആദ്യത്തെ ഡിജിറ്റൽ കറൻസി പ്രോഗ്രാമാണ് വേൾഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സിസ്റ്റത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റ്. ഓക്കെ, താങ്ക് യു. വേൾഡ് ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രൊജക്റ്റാണ് PVC മെറ്റ മൾട്ടി പർപ്പസ് ടോക്കൺ എന്ന പ്രൊജക്റ്റ്. ടോക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മൾട്ടി പർപ്പസ് ടോക്കൺ ഇന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോക്കണാണ് മൾട്ടി പർപ്പസ് ടോക്കൺ. ഡിജിറ്റൽ കറൻസി മേഖലയിലേക്ക് നമ്മളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെർച്വൽ റിയാലിറ്റി, മെറ്റാവേഴ്സ് എന്നീ എല്ലാ ടെക്നോളജികൾക്കും അതുപോലെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്കും ഉപയോഗിക്കുന്നത് ടോക്കണുകളാണ്. അങ്ങനെ ലോകത്തിൽ ആദ്യമായി മൾട്ടി പർപ്പസ് ടോക്കൺ വേൾഡ് അവതരിപ്പിക്കുന്നു PVC മെറ്റ മൾട്ടി പർപ്പസ് ടോക്കൺ. ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ പ്രൊജക്റ്റാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആണ്. കാരണം ഒരു വ്യക്തിയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് വേൾഡ് ഇന്റർനാഷണൽ പുതിയ ഒരു സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുകയാണ്. അതാണ് വേൾഡ് ഇന്റർനാഷണലിന്റെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. വേൾഡ് അവതരിപ്പിക്കുന്ന നാലാമത്തെ പ്രൊജക്റ്റാണ് മൊബൈൽ നെറ്റ്വർക്ക്. നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സിം കാർഡ് റോമിംഗ് ആയിരിക്കും. അതുമാത്രമല്ല, വേൾഡ് 85 ലക്ഷം ആളുകളെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു പഠനം നടത്താൻ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും. അങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റി ലോകത്തിൽ നമ്പർ 1 ആയി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാം. ഓക്കെ, താങ്ക് യു. വേൾഡ് ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രൊജക്റ്റാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതൊരു $1 മില്യൺ ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം ലോകം ഗെയിമിങ്ങിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച്. അങ്ങനെ ഗെയിമിലൂടെ നമുക്ക് വലിയ രീതിയിൽ വരുമാനം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞു. അതിനും ഉപയോഗിക്കുന്നത് PVC മെറ്റ മൾട്ടി പർപ്പസ് ടോക്കണാണ്. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങൾ ആരെയാണോ ഈ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള ആളുകൾ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നേടിയെടുക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കും കൂടി ലഭിക്കും. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റാണ് വേൾഡ് ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. ഓക്കെ, താങ്ക് യു. വേൾഡ് അവതരിപ്പിക്കുന്ന ആറാമത്തെ പ്രൊജക്റ്റാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ-കൊമേഴ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ വ്യാപാര മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് ഇ-കൊമേഴ്സ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ആളുകൾ മുഴുവൻ ആ ഒരു സാധ്യതയെ വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ ആരംഭിച്ചത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് വേൾഡ് മറ്റൊരു പ്രൊജക്റ്റ് ബങ്കി.com. അതിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളുമൊക്കെ തായ്ലൻഡ് ബേസാണ് പ്രവർത്തിക്കുന്നത്. 5000-ൽ അധികം പ്രൊജക്റ്റുകൾ ഇന്ന് ബങ്കിയിൽ അവൈലബിൾ ആണ്.
ഓക്കെ, താങ്ക് യു.